നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങലിക്കോടിന്റെ മണ്ണിൽ ഇക്കുറി ശക്തമായ രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ 2010 മുതൽ 2020 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഭരണം നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, കോട്ടങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഈ ചർച്ചയിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഭരണപക്ഷത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഭരണത്തിന് സാരഥ്യം വഹിച്ച CPMൻ്റെ പ്രാദേശിക നേതാവും പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ S. ബസന്ത്ലാലാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ കോൺഗ്രസിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ പ്രാദേശിക നേതാവും പാർലമെന്ററി പാർട്ടി നേതാവുമായ MK ജോസാണ്. ഇരുവരെയും ഹൃദയപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തത്സമയ ചർച്ചയിലേക്കും അവലോകനത്തിലേക്കും കടക്കും മുമ്പ് എരുമപ്പെട്ടി പഞ്ചായത്തിനെ പറ്റി ഞങ്ങൾ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട് കണ്ട ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ചെങ്ങാലിക്കോടന്റെ പെരുമയുള്ള ചെങ്ങഴിനാട്, മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ. ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക. തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് 32.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 19 ആയിട്ടുണ്ട്. കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ. തലപ്പള്ളി, കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 30,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട്. ഇന്ത്യയിലെ അതിപ്രശസ്തമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ ഫൊറോന ദേവാലയവുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സർക്കാർ വിദ്യാലയവും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടിയിലാണ്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDFനും LDFനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണം നടത്തിയിരുന്നത് LDF ആയിരുന്നു. S. ബസന്ത്ലാലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 10 CPMഉം 8 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ 2015 ഭരണസമിതിയിൽ ഒരു BJP അംഗവും ഇടം നേടിയിരുന്നു. നിലവിലെ ഭരണസമിതിയിൽ കയറിപ്പറ്റാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJPയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തികൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി LDF വോട്ട് ചോദിക്കുന്നത്. 147 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എരുമപ്പെട്ടിയിൽ നടന്നത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിൽ കുടിവെള്ളം, പാർപ്പിടം, റോഡുകൾ, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അനുസരിച്ചുള്ള ഇടപെടൽ, കാർഷിക മേഖലയിലെ ഇടപെടൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാവുന്ന പദ്ധതികൾ തുടങ്ങി ഒരു ദിവസം മുഴുവനെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പദ്ധതികളാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ഏകദേശം 8 കോടിയോളം രൂപ റോഡുകളുടെ നവീകരണത്തിന് നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടായി. പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആയി എന്നുള്ളതും ഞങ്ങളുടെ മികച്ച നേട്ടമാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആശുപത്രിയും സബ് സെൻ്ററുകളുടെയും അംഗൻവാടികളുടെയും നവീകരണവും ഞങ്ങളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുകയുണ്ടായി. 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രാപ്യമായി എന്ന് ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. എന്നാൽ LDF ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ MK ജോസ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ CPMന്റെ ഭരണം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് അഴിമതിയിലും ദുർഭരണത്തിലും ആക്കിയതിൻ്റെ പേരിൽ വളരെയധികം പിറകോട്ടടിക്കുകയാണ് ഉണ്ടായത്. വികസന കാര്യങ്ങൾ അതിൽ ഓരോ കാര്യങ്ങളിൽ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആട്ടുംകൂട് തൊഴിൽത്തന്നി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പാക്കിയില്ല. ഭീമമായ അഴിമതിയാണ് അഴിമതി സ്വന്തപക്ഷമാണ് നടന്നത്. അതിൽ പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിൻ്റെ ജപ്തി ഭീഷണി നേരിടുകയാണ്.
നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യങ്ങളായിരുന്നു പൊതുമാർക്കറ്റും ബസ് സ്റ്റാൻഡും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതേമാതിരി ജലജീവൻ പദ്ധതി നടപ്പാക്കിയതിൽ വീണ റോഡുകളൊക്കെ തകർന്നു. ആ തകർന്ന റോഡ് പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയും ഒരു ഫണ്ടോ ഈ നമ്മുടെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കേണ്ടായില്ല. ലൈഫ് ഗുണഭോക്താക്കളിൽ നമ്മൾ തുച്ഛമായ വിരലിലെണ്ണാവുന്ന പേർക്കാണ് 4 ലക്ഷം രൂപയുടെ പദ്ധതി ആനുകൂല്യം കൊടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഗുണഭോക്താക്കൾ 4 ലക്ഷം രൂപ കൈപ്പറ്റാൻ സാധിച്ചില്ലെന്ന് ചുരുക്കം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് LDFന്റെ വാദം. കോൺഗ്രസിന്റെയും CPMന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കുവാൻ UDFും നിലം മെച്ചപ്പെടുത്താൻ BJPയും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തൊടുക്കുവാനുള്ള ആരോപണങ്ങളുടെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയുടെ അങ്കത്തട്ടിൽ ആര് വീഴും, ആര് വിജയക്കൊടി നാട്ടും, നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ശാന്തസുന്ദരമാണ് ഗ്രാമം, പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര ശാന്തമല്ല. റഷീദ് വളരെ മനോഹരമായ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആര് വീഴും ആര് വാഴും എന്നറിയാൻ നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷക്കാലം LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അവർ ഭരണം നടത്തിയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടിൽ കാണിക്കുന്നു. എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയാണ് വീണ്ടും എരുമപ്പെട്ടി പഞ്ചായത്തിലെ അകത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കടന്നു ചെല്ലുക? എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീക്ഷ്ണമായ കോവിഡിൻ്റെ കാലത്താണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുതലിങ്ങോട്ട് എരുമപ്പെട്ടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും ജനക്ഷേമ കാര്യത്തിലും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ആകെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനായി എന്നുള്ളതാണ്. അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോകാനായി എന്നത് വലിയ നേട്ടമായി ഇക്കാര്യത്തിൽ കാണുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 51 പേരുടെ ജീവനാണ് കോവിഡിനുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അവരെ ആശ്വാസം നൽകാൻ, സർക്കാരിൻ്റെ ലഭ്യമാകുന്ന സാമ്പത്തിക സഹായം നൽകാൻ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരാളെപ്പോലും ഒഴിവാക്കാതെ സഹായത്തിൻ്റെ താങ്ങിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്കായി എന്നുള്ളതാണ്. അതിനെ തുടർന്നുള്ള കോവിഡ് വാക്സിനേഷൻ കാലത്തും നമുക്കത് സമയബന്ധിതമായും കൃത്യമായും 1ാം ഘട്ടം വാക്സിനേഷൻ നമുക്ക് നടത്തി പോകാനായി എന്നുള്ളതാണ്. ഏകദേശം 2 വർഷക്കാലം കോവിഡും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റു സംഗതികളുമായി പോയി. 3 വർഷക്കാലം കൊണ്ടാണ് നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച 147 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ടു മുമ്പുള്ള കണക്കെടുത്താൽ 164 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെയും ഒക്കെ പ്രയോജനപ്പെടുത്തി ചെയ്തതെന്ന് പറയാൻ വേണ്ടി കഴിയുന്നതാണ്. ഒന്ന് അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട പാർപ്പിട പ്രശ്നം. 518 കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ സ്ഥലമുണ്ട് വീടില്ലാത്ത ആളുകളായി ഉണ്ടായിരുന്നത്. അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കുക എന്ന നില ഞങ്ങൾ നിശ്ചയിച്ചു. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. പദ്ധതി പണം മുഴുവൻ ഭവനത്തിന് വേണ്ടി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതിൽ 1ാം ഘട്ടം ഞങ്ങൾ പട്ടികജാതി വീടുകളാണ് എടുത്തത്, 218 പേർ. അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാനായി എന്നുള്ളത് തന്നെയാണ്. ഒരു രേഖയും ഇല്ലാത്ത ആളുകൾക്ക് പോലും വീട് കൊടുത്ത് പട്ടികജാതി വിഭാഗത്തെ നമുക്ക് വീട് കൊടുത്ത് സംരക്ഷിക്കാനായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിനും അത് കഴിഞ്ഞ വർഷമാണ് ജനറൽ വിഭാഗത്തിൻ്റെ വീടുകൾ എടുത്തു. അവർക്കും ഏകദേശം 18 കോടി രൂപയാണ് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് നൽകിയതെന്നുള്ളതാണ്. ഏറ്റവും അവസാനം ബാക്കി ഒരു 4 കോടി രൂപ കൂടി ഉണ്ടെങ്കിൽ 518 പേർക്കും പണം കൊടുത്ത് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ഏകദേശം 212ഓളം വീടുകൾക്ക് പൂർണ്ണമായ പണം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഇനി കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി കൊടുക്കാൻ ആവശ്യമാണെങ്കിൽ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്ത് പണം ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് അനുവദിച്ച് പെരുമാറ്റച്ചട്ടമാണ് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ മാർച്ച് മാസത്തോടുകൂടി ലൈഫ് ലിസ്റ്റ് പൂർണ്ണമായ അർത്ഥത്തിൽ 0 ആക്കി മാറ്റാൻ വേണ്ടി കഴിയുന്നിടത്തേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതരായ ആളുകളുണ്ട്. 100ഓളം പേരെ കണ്ടു ഞങ്ങൾ. ആ 100ഓളം പേരെയും യോഗം വിളിച്ചു ചേർത്ത് അവർക്ക് കൊടുമ്പ് പ്രദേശത്ത് ഏറ്റവും നല്ല സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി 4 സെൻറ്റ് വീതം പഞ്ചായത്ത് വാങ്ങിച്ച ഭൂമിയിൽ കൊടുത്തു. അതിൽ 22 പേരാണ് ഞങ്ങൾക്ക് കൊടുമ്പിൽ താമസിക്കാൻ പ്രയാസമില്ല, എവിടെയാണെങ്കിലും ഞങ്ങൾ താമസിച്ചോളാം, ഞങ്ങൾക്ക് പാർപ്പിടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് കണ്ടു. അവർക്ക് 4 സെൻറ്റ്
ഭൂമി അളന്നിട്ടപ്പെടുത്തി രേഖകൾ കൈമാറി വീടിൻ്റെ വെപ്പിന് ആവശ്യമായത് പോവുകയാണ്. മറ്റൊന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നത്തിലുള്ളതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുടിവെള്ള പ്രശ്നം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാകുന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ ജലജീവൻ മിഷനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. കേരളത്തിലെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും കണ്ടൊരു സംഗതിയാണ്. ജലജീവൻ മിഷനെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമാതിൽ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ യോഗം വിളിച്ചു, വാർഡ് തലത്തിൽ യോഗം വിളിച്ചു. പഞ്ചായത്ത് മെമ്പർമാരോട് നമ്മൾ നിശ്ചയിച്ചത് അതാത് പ്രദേശത്തെ ഏതൊക്കെ സ്ഥലത്തിലൂടെ വെള്ളം വേണം എന്ന് അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ച് ധാരണ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ നിശ്ചയിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ഓരോ പ്രദേശത്തും വിളിച്ചു റോഡുകൾ പൊളിച്ചിടുന്ന നിലയുണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 44 കോടി രൂപയാണ് റോഡ് പൊളിച്ച് നാശാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നഷ്ടമായത് എന്നുള്ളതാണ്. 8 കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ നമ്മൾ നടക്കുകയാണ്. 2 കൊല്ലം പിടിക്കുമ്പോൾ അത് പൂർണ്ണമാകാൻ നേരത്തെ നിങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ ഭാഗമായി ഒരു സമരവും ഇതിൻ്റെ ഭാഗമായി ഈ റോഡ് പൊളിഞ്ഞതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവരെയും കൂട്ടി വിളിച്ചാണ് നമ്മൾ ആ കാര്യം നിർവഹിച്ച് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതി നടപ്പിലാക്കാൻ എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം റോഡുകളെ 68 റോഡുകളാണ് ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഈ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് മാത്രം നടപ്പിലാക്കാൻ നിൽക്കുന്നത്. മാർച്ച് മാസത്തോടുകൂടി 8 കോടി രൂപയുടെ ആ വർക്ക് നടക്കും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി CMLRRPയുടെ ഭാഗമായുള്ള വർക്കുകൾ ഞങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡുകളെല്ലാം 100% റബ്ബറൈസ്ഡായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട റോഡുകൾ ചിറ്റണ്ട ചാത്തക്കുളം റോഡ്, കഞ്ഞിരക്കോട് കൊടുമ്പ് റോഡ് പൂർണ്ണമായ അർത്ഥത്തിൽ റബ്ബറൈസ് റോഡായി മാറി എന്നുള്ളതാണ്. മറ്റൊന്നാണ് തെരുവിളക്കുകൾ. തെരുവിളക്കുകൾ എന്ന് പറഞ്ഞാൽ ജനത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഏകദേശം 690-700ഓളം റോഡുകൾ നമുക്കുണ്ട്. എല്ലാ പ്രദേശത്തും തെരുവിളക്ക് നമുക്ക് സ്ഥാപിച്ചു. സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ 90% പണിയും പൂർത്തീകരിച്ച് ഇപ്പോൾ ലൈറ്റുകളിട്ട് കഴിഞ്ഞു എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം. പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കേണ്ട ചില പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും തെരുവിളക്കുകളുടെ പ്രശ്നം പരിഹരിക്കാനായി എന്നുള്ളതാണ്. മറ്റൊന്നാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം. കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാനായി എന്നുള്ളതാണ്. എല്ലാ പാടശേഖരങ്ങൾക്കും 1 ലക്ഷം രൂപ വെച്ച് റിവോൾവിംഗ് ഫണ്ട് കൊടുത്തു. കാർഷിക മേഖലയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, കേരഗ്രാമം പദ്ധതി കൊണ്ടുവന്നു, ക്ഷീരഗ്രാമം പദ്ധതി കൊണ്ടുവന്നു, കാമുക കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രത്യുൽപാദന ശേഷിയുള്ള കാമുക തൈകളുടെ വിതരണം, ഫലവൃക്ഷങ്ങളുടെ വിതരണം, അങ്ങനെ തുടങ്ങി വലിയ മാറ്റം. ഗ്രോ ബാഗ് പച്ചക്കറി നഴ്സറി 2 പുതിയതായി തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ ആവശ്യമായ നില സ്വീകരിക്കുന്നു. അങ്ങനെ കാർഷിക മേഖലയിൽ വലിയ മാറ്റം, സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയും കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലും നമ്മൾ ഫോറസ്റ്റ് മേഖലയിൽ ഉൾപ്പെടെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്താൻ ഏക പഞ്ചായത്ത് എരുമപ്പെട്ടി ആയിരിക്കുന്നുള്ളൂ. 20,000 തൊഴിൽ ദിനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് മേഖലയിൽ നമുക്ക് മാറ്റം പറ്റിയെന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം ഏകദേശം എരുമപ്പെട്ടി നേരത്തെ നിങ്ങൾ കണ്ട എരുമപ്പെട്ടി സ്കൂളിലെ കെട്ടിടങ്ങൾ 7.5 കോടി രൂപയുടെ കെട്ടിടം ഹൈസ്കൂളിൽ, 2 കോടി രൂപയുടെ കെട്ടിടം LP സ്കൂൾ എരുമപ്പെട്ടി, 1.5 കോടി രൂപയുടെ കെട്ടിടം കുട്ടഞ്ചേരി LP സ്കൂൾ. ഈ നിലയിൽ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ നല്ല മെച്ചമുണ്ടായി. എല്ലാ സ്കൂളുകളും ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി വൈഫൈ സംവിധാനത്തിലേക്ക് പോയി. കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ആവശ്യമാവുന്ന ശലഭ വീട്, വർണ്ണക്കൂടാരം പോലെയുള്ള പദ്ധതികൾ മുഴുവൻ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ്. 11 പുതിയ അംഗൻവാടി കെട്ടിടങ്ങളാണ് ഈ കാലയളവിൽ എരുമപ്പെട്ടിയിൽ പണി തീർത്തത് എന്നുള്ളതാണ്. എരുമപ്പെട്ടിയിൽ ആരോഗ്യ മേഖലയിൽ ഒരു സബ് സെൻ്ററാണ് എരുമപ്പെട്ടിയിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നത്. 3 പുതിയ സബ് സെൻ്ററുകൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. കൊടുമ്പ്, മങ്ങാട്, മുരിങ്ങത്തേരി 3 പുതിയ സബ് സെൻ്റർ. അതോടൊപ്പം തന്നെ നബാർഡിൻ്റെ സഹായത്തോടുകൂടി നേരത്തെ നിങ്ങൾ കാണിച്ച എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം, അതിൻ്റെ 5.5 കോടി രൂപയുടെ വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കിടത്തി ചികിത്സയിലേക്ക് ഈ കാര്യങ്ങൾ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ആരോഗ്യ മേഖലയിൽ വന്ന നല്ല മാറ്റം നമുക്ക് പ്രകടമാണ്. പട്ടികാതി നഗറുകളുടെയൊക്കെ സമഗ്രമായ വികസനം ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാനായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് യുവാക്കൾ 125 സ്പോർട്സ് ക്ലബ്ബുകളാണ് നമ്മൾ രൂപീകരിച്ച് സ്പോർട്സ് കിറ്റ് ഉൾപ്പെടെയുള്ള കൊടുത്തത്. എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ ഗ്രൗണ്ട് നവീകരിച്ചു. ഇപ്പോൾ 1 കോടി രൂപ മുടക്കി നമ്മുടെ മങ്ങാട് ഗ്രൗണ്ടിന് പുതിയ മിനി സ്റ്റേഡിയത്തിലേക്ക് പോകാൻ കഴിയുന്ന നില അക്കാര്യത്തിൽ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി നിരവധിയായ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എരുമപ്പെട്ടിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർക്ക്, ഭിന്നശേഷിക്കാർക്ക് എന്ത് ഉപകരണമാണോ വേണ്ടത് അത് ക്യാമ്പ് നടത്തി ഉപകരണം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം. 125ഓളം വരുന്ന വയോജന ക്ലബ്ബുകൾ, ആ വയോജന ക്ലബ്ബുകൾക്ക് ക്യാമ്പ് നടത്തി അത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം. ഇങ്ങനെ തുടങ്ങി ഒരാളെയും ഒഴിവാക്കില്ല. എരുമപ്പെട്ടിയിലെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും, പട്ടികാതി കുട്ടികൾക്കും സ്വന്തമായി മേശയും കസേരയിലും ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന സംവിധാനം.
പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു 150ഓളം കുട്ടികൾക്കാണ് ലാപ്ടോപ്പുകൾ നമ്മൾ കൊടുത്തത്. ഇങ്ങനെ എല്ലാ തരം വിഭാഗത്തെയും നമ്മൾ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനും അവരെ ഇതിൻ്റെ ഭാഗമാക്കാനും, സ്ത്രീ ശാക്തീകരണ രംഗത്തിൽ, അതിദരിദ്ര നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ കുടുംബശ്രീ ബാങ്ക് എന്ന സംവിധാനം എരുമപ്പെട്ടിയിൽ ആരംഭിക്കുകയാണ്. വനിതാ ഫിറ്റ്നസ് സെൻറ്റർ എരുമപ്പെട്ടിയിൽ ആരംഭിക്കുകയാണ്. ഈ നിലയിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലമാണ് കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ്റെ നേതൃത്വത്തിൽ പിന്തുണയോടുകൂടി നമ്മൾ നടപ്പിലാക്കിയതെന്നുള്ളതാണ്. 36 മിനി മാസ്റ്റ് ലൈറ്റുകളാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. 2 ഹൈ മാസ്റ്റുകൾ നടപ്പിലാക്കി. ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇനിയും പറയാണ്ട്. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പ്രവർത്തനങ്ങളാണ്. ഞങ്ങളൊരു ഡോക്യുമെൻ്റാക്കി തന്നെ എരുമപ്പെട്ടി പെരുമ എന്ന നിലയിൽ ഒരു പുസ്തകമാക്കി തയ്യാറാക്കി ഇറക്കിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും അത് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു ദിവസം പോലും പറഞ്ഞാൽ തീരാത്ത അത്ര വികസന പ്രവർത്തികൾ നടപ്പിലാക്കി എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഏകദേശം 164 കോടി രൂപയുടെ വികസന പ്രവർത്തികൾ MLA ബന്ധപ്പെട്ട്, സംസ്ഥാന ഫണ്ടുമായി ബന്ധപ്പെട്ട്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സാധിച്ചു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. എല്ലാ രംഗത്തും കാർഷിക മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ, ഗ്രാമീണ റോഡുകൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തുടങ്ങിയ എല്ലാ മേഖലയിലും വലിയ വികസന പ്രവർത്തികൾ നടത്തി എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവകാശവാദം. LDF വളരെ കോൺഫിഡന്റ് ആണ്. ശ്രീ MK ജോസ്, UDFിന്റെ കോൺഫിഡൻസ് എത്രമാത്രമാണ്? ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കുക? ഇതിലെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണകാലം തികച്ചും ഒരു കഷ്ടകാലം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ലൈഫ് പദ്ധതി, പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിൽ ലൈഫ് പദ്ധതി തന്നെ എടുക്കാം. ലൈഫ് പദ്ധതിയിൽ ആദ്യമായിട്ട് കുറേ വീടുകളിൽ അപേക്ഷ സ്വീകരിച്ചു എന്നല്ലാണ്ട് നമ്മുടെ ഒരു വിരലിലെണ്ണാവുന്ന പേർക്ക് മാത്രമേ 4 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അത് അങ്ങനെ ഒരു പ്രവൃത്തി. പിന്നെ നമ്മൾ വീടും സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ ഭൂമി കണ്ടെത്താന്നുള്ള സംവിധാനത്തിലും അതേമാതിരി തികഞ്ഞ പരാജയം തന്നെ ഉണ്ടായത്. അതേമാതിരി ആരോഗ്യ മേഖലയിൽ വർഷങ്ങളായിട്ടുള്ള എരുമപ്പെട്ടിക്കാരുടെ, ഞാൻ ഈ ആരോഗ്യവകുപ്പിൻ്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ CH സെൻറ്ററിൽ ഒരു കിടത്തി ചികിത്സ നിർബന്ധമാണ്. കാരണം വെച്ചാൽ എരുമപ്പെട്ടി മേഖലയിൽ രാത്രി ചികിത്സാ സൗകര്യം ഇല്ലാണ്ട് നിരവധി ആൾക്കാർ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമാണ്. അപ്പോൾ പ്രസിഡന്റും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് എന്തായാലും നമ്മളെ ഡിക്ലറേഷൻ വരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുണ്ടായില്ല. അത് വളരെ ദുരിതമാണ്. കാരണം വെച്ചാൽ കിടത്തി ചികിത്സയില്ല. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രി പൂട്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അസൗകര്യമുള്ള നാടായിട്ട് മാറിയിരിക്കുകയാണ് എരുമപ്പെട്ടി. കാരണം വെച്ചാൽ വേറെ ആശുപത്രി സൗകര്യം എരുമപ്പെട്ടി ഇല്ല. അതേമാതിരി നമ്മൾ പ്രസിഡന്റ് സൂചിപ്പിച്ച മാതിരി മറ്റേ ജൽജീവൻ പദ്ധതി വളരെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയൊരു പദ്ധതിയാണ്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ വെള്ളമിട്ട് ലഭിച്ചില്ല. നമ്മുടെ ഗ്രാമീണ മേഖലയിലെ എല്ലാ റോഡുകളും തകർന്നു തരിപ്പണായി. ഇനിയിപ്പോൾ അത് പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഭരണസമിതിക്ക് തന്നെ സാധിക്കുമെന്നുള്ള അത്രയധികം കോടിക്കണക്കിന് ഉൾപ്പെടെ ചിലവ് വരുന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ മേഖലയും തകർത്തു. അതേമാതിരി കാർഷിക മേഖലയിൽ പ്രസിഡന്റ് സൂചിപ്പിച്ച മാതിരി നിരവധി വിഷയങ്ങൾ കാർഷിക മേഖല. ഇപ്പോൾ വന്യജീവി ആക്രമണം അത് വലിയൊരു പ്രശ്നം ബാധ്യതയാണ്. കാരണം വെച്ചാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ നെൽകൃഷിയായാലും മറ്റ് കൃഷികളായാലും അവിടെയൊക്കെ മറ്റേ എല്ലാ ജീവജാലങ്ങളും വന്ന് ആക്രമിച്ച് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് മാറ്റി എടുക്കാനായുള്ളൊരു നടപടിയും നമ്മുടെ ഭരണസമിതിക്ക് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതേമാതിരി തെരുവുകളിൽ നായ്ക്കളുടെ ശല്യം വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ജനം ആകെ ദുരിതത്തിലാണ്. കാരണം വെച്ചാൽ ആൾക്കാരെ ആക്രമിക്കലും അങ്ങനെ ഒരു പ്രശ്നം ബാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതിനൊരു സംവിധാനം ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതേമാതിരി ആകാശപാത നമ്മൾ നടപ്പാക്കുന്നു. നമ്മൾ വളരെ കൊട്ടിക്കൊഴിച്ച് അങ്ങനെ വരാനായിട്ടുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ടായി. പക്ഷേ അതും നടപ്പായില്ല. കാരണം എരുമപ്പെട്ടി സ്കൂളിൻ്റെ പരിസരം വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അത് നടപ്പാക്കാനുള്ളൊരു സംവിധാനം ഇതുവരെ ഉണ്ടായില്ല. എന്നാണ് ഇനിയിട്ട് നടപ്പാക്കുന്നതെന്ന് തോന്നുന്നില്ല. അതേമാതിരി പിന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടുന്ന പെൻഷനുകൾ, മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവ്വം പദ്ധതി അത് ഇപ്പോൾ ഇല്ല. അതേമാതിരി കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി, കേൾവി ഇല്ലാത്ത കുട്ടികൾക്കുള്ള ശ്രുതി തരംഗം പദ്ധതി ഇതൊക്കെ നിലച്ചു. അതേമാതിരി ആശ്രയ ഗുണഭോക്താക്കൾക്ക് നമ്മൾ കിറ്റ് വിതരണം ചെയ്തു തരുന്നു. അതും ഇപ്പോൾ ഇല്ല.
അങ്ങനെ എല്ലാ മേഖലയിലും ദുരിതം നിറച്ച് സർവത്ര മേഖലയും തകർത്ത് തരിപ്പണമാക്കിയൊരു ഭരണസമിതിയാണ് നമ്മൾ ഇവിടെ കടന്നുപോയത്. ഇനി ഈ ഭരണസമിതിയിലേക്ക് തിരിച്ചു വരാൻ കാരണം വെച്ചാൽ ഈ ഭരണസമിതി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത്രയധികം അഴിമതികളും ഇതുമായിട്ട് കേരള സംസ്ഥാനത്തെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ ഇടതുപക്ഷ ഭരണം നമ്മുടെ ജനത്തിനെ വളരെയധികം ദുരിതപൂർണമാക്കി. ഇപ്പോൾ അവസാനം നടക്കുന്ന നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനം നമ്മുടെ ഇലക്ഷനിൽ ചർച്ചാ വിഷയമാണ്. ഈ ഭരണസമിതിയിൽ തൂത്തെറിഞ്ഞ് UDF എന്തായാലും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന് ഇവിടെ അറിയിക്കുകയാണ്. തീർച്ചയായും അതാണ്. സർവത്ര മേഖലയിലും അഴിമതിയാണ്, യാതൊന്നും പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ കൃത്യമായി ആകെ വിരലിനാവുന്ന ആൾക്കാർക്ക് മാത്രമേ നൽകാൻ സാധിച്ചുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ പറയുന്നത്. ആ വിഷയത്തിലുള്ള മറുപടി ജോസേട്ടൻ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല. 18 കോടി രൂപ ഇപ്പോൾ തന്നെ നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 4.5 കോടി രൂപ ഉണ്ടെങ്കിൽ 518 പേർക്ക് അത് ആകെ എത്ര പേർക്ക് കൊടുത്തതെന്നുള്ളതാണ്. 518 പേർക്കാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് 518 10 കൊല്ലം ഭരിച്ചിട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിൽ വീട് കൊടുത്ത ആളുകളുടെ എണ്ണം വെറും 23 കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 4.5 ലക്ഷം ആളുകൾക്ക് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ വീട് കൊടുത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ജോസേട്ട ഇക്കാര്യത്തിൽ. ഈ 518 പേർക്കും 4 ലക്ഷം രൂപ വീതം നൽകി കൊടുത്തു. 4 ലക്ഷം രൂപ 518 പേർക്കും കൊടുത്തു കാണാൻ വഴിയില്ല. കാരണം ഓരോ സ്റ്റേജിലാണ് പൈസ കൊടുത്തത്. എത്ര ഭവനങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ടാവാം? 218-220 ഭവനങ്ങളുടെ പണി പൂർത്തീകരിച്ച് നമ്മൾ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് പറയാനാവും. അത് പട്ടികജാതി മേഖലയിൽ ഏകദേശം ഒരു 200-ന്റെ അടുത്ത് വീടുകൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിൽ പണം ഇപ്പോഴും പട്ടികജാതി മേഖലയിൽ നമ്മുടെ ഒരു ഫണ്ട് ബാക്കിയിരിക്കുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ വന്ന് പണം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന പണം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ജനറൽ വിഭാഗത്തിലും നമുക്ക് ആ കാര്യത്തിൽ പണമുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്ത് രേഖകൾ കൊടുക്കുന്ന കാര്യത്തിൽ വേറെ പ്രശ്നം ഉണ്ടാകാൻ വഴി. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യത്തിൽ അതെല്ലാവരും കൂടി ആവശ്യപ്പെടുന്നതാണ്. അതിപ്പോൾ ജോസേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം എന്തുണ്ടായ ഒരു പ്രതിസന്ധി പോലെയാണ് ജോസേട്ടൻ പറയുന്നത്. എരുമപ്പെട്ടി ആശുപത്രിയുടെ കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണത്. അതെല്ലാവരും ഒറ്റക്കെട്ടായി MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ നല്ല ഇടപെടൽ നമ്മൾ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ ആശുപത്രിക്ക് ഉണ്ടായിരുന്നില്ല. കരുത്ത് ചികിത്സയ്ക്ക് ആവശ്യമായ പുതിയ കാലത്തിനനുസരിച്ച സൗകര്യങ്ങൾ വേണമല്ലോ, ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ആണ് രൂപപ്പെടുത്തിയത്. മന്ത്രി വന്നതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് 1 മാസം മുമ്പാണ് കഴിഞ്ഞത്. അതിനകത്ത് പ്രഖ്യാപിച്ചു കരുത്ത് ചികിത്സയ്ക്ക് ആവശ്യമായ ബ്ലോക്ക് പഞ്ചായത്തും സർക്കാരും അക്കാര്യത്തിന് ആവശ്യം മുൻകൈ എടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ നടപടിക്രമത്തിൽ ഡോക്ടർമാരുടെ സേവനം എത്ര മണി വരെ ഉണ്ട്? ഡോക്ടർമാരുടെ സേവനം 6 മണി വരെ ഡോക്ടർമാരുടെ സേവനമുണ്ട്. 6 മണിക്ക് ശേഷമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ചു പോകേണ്ട കാര്യമില്ല. എല്ലാവരും എരുമപ്പെട്ടിയുടെ ഒരു പൊതു അഭിപ്രായമാണ്. പഞ്ചായത്ത് ഭരണസമിതി എന്നതിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്താണ് ആ പ്രപ്പോസൽ തന്നെ കൊടുക്കുന്നത്. നബാർഡിൽ കൊടുത്ത് പ്രപ്പോസൽ അംഗീകാരം വാങ്ങിച്ച് അതിനകത്ത് ജോസേട്ടൻ്റെ പാർട്ടിക്കാർ ചില പ്രശ്നം കോൺഗ്രസ് എന്ന നിലയിൽ ഒരു വിഭാഗം ഇഷ്യൂസ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വിവിധ ഉദ്ഘാടന സമയത്ത് ഇപ്പോൾ അവിടെ ജില്ലയിലെ ഒരു പക്ഷേ ഏറ്റവും നല്ല മറ്റേ ഫിസിയോതെറാപ്പി കേന്ദ്രം അവിടെയാണ്, ഏറ്റവും നല്ല ലാബ് അവിടെയാണ്. ഈ 2 ലാബിൻ്റെയും അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ ഞാൻ ഉദ്ഘാടനം നടത്തുമ്പോൾ അതിനെതിരെ സമരം നടത്തിയവരാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കോൺഗ്രസും. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ എടുത്താൽ പഴയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ റബൽ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന് നാടില്ലാത്ത കളരിയായി. മുൻ MP ഇതുപോലെ ഫണ്ട് അനുവദിച്ച് മുൻ MP-യും UDF ഭരണകാലത്ത് മുൻ MP പഞ്ചായത്ത് ഭരണസമിതി പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. UDF പഞ്ചായത്ത് ഭരണസമിതി കാലത്താണ് MP രമ്യ ഹരിദാസ് വരുന്നത്. പക്ഷെ ഒന്നും പ്രയോജനപ്പെടുത്താനില്ല. ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം MP-യുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു. 22 ഹൈമാസ് ലൈറ്റുകളാണ് MP-യിൽ നിന്ന് ഞങ്ങൾ മേടിച്ചത്. അത് MP-യിൽ നിന്ന് തരേണ്ടത് തരണമല്ലോ. ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും MP തന്നില്ല. MP മറ്റേ ആശുപത്രിക്കകത്ത് മറ്റേ ഡയാലിസിസ് യൂണിറ്റിന് കാശ് അനുവദിച്ചു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബോർഡ് അവിടെ വെച്ചതല്ലാണ്ട് അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനോ ഒരു സംഗതിയോ അവർക്കത് ചെയ്യാനോ ആ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഒരു നയാ കാശ് പോലും തരാൻ കഴിയുന്നില്ല. ഇപ്പം അതല്ല, കെ രാധാകൃഷ്ണൻ വന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി 2 സബ് സെൻ്ററിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ 55 ലക്ഷം രൂപ വീതം വാങ്ങിച്ചു തന്ന് സബ് സെൻ്റർ 2 പണി കഴിപ്പിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോയി. അവിടെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ 14 ടെസ്റ്റ് ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാവുന്ന നിലയിൽ 3 സബ് സെൻ്ററുകൾ MLA ഫണ്ട് ഉൾപ്പെടെ വേണ്ടുന്ന 3 സബ് സെൻ്ററുകൾ നമ്മൾ മാറുകയാണ്. 3 മാസത്തിലൊരിക്കലേ ഇനി കൊടുമ്പ് പ്രദേശത്തുള്ള ഒരാൾക്ക് എരുമപ്പെട്ടി ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ വരുന്നുണ്ടോ. അതുവരെയുള്ള മാസം വരുന്ന ആ സബ് സെൻ്ററിൽ ലഭിക്കും. അത് എരുമപ്പെട്ടി കൊടുമ്പായാലും കുണ്ടന്നൂരായാലും മങ്ങാടായാലും മുരിങ്ങത്തേരി ആയാലും എരുമപ്പെട്ടി മെയിൻ സെൻ്റർ ആയാലും. MK ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്
ലൈഫ് ഭവന പദ്ധതിയിൽ ആവശ്യമായ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 518 വീടുകൾക്ക് വേണ്ട പദ്ധതി പ്രവർത്തനങ്ങൾ പണമായിട്ടുണ്ട്. 218 വീടുകൾ സമ്പൂർണ്ണമായി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അക്കാര്യത്തിലുള്ള നിങ്ങളുടെ വാദം പൊളിയല്ലേ അങ്ങനെ വരുമ്പോൾ? അല്ലല്ല, അതിൽ എന്താന്ന് വെച്ചാൽ എൻ്റെ വിവരാശരേഖ എൻ്റെ ഉണ്ട്. അപ്പം അതൊന്നും ഇപ്പം കാണിക്കണില്ല, ഇപ്പോൾ ഒരു തർക്കത്തിനൊന്നും നിൽക്കണില്ല. എന്താന്ന് വെച്ചാൽ 4 പേർക്ക് വിവരാശരേഖ പ്രകാരം 4 പേർക്ക് മാത്രമേ വീട് പണിത് കൊടുത്തിട്ടുള്ളൂ. 4 പേർക്കാണ് ഫുള്ളായിട്ടുള്ള സംഖ്യ കൊടുത്തത് 5 വർഷക്കാലത്തിനുള്ളിൽ. ഇത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അനുസരണത്തിൽ ഞാൻ പറയണേ. അതൊന്ന്. പിന്നെ അതേമാതിരി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിനായിട്ട് ബന്ധപ്പെട്ട് അല്ലല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട MP രമ്യ ഹരിദാസ് നമുക്ക് 25 ലക്ഷം രൂപയുടെ ഡയാലിസിസ് കേന്ദ്രം പണിയാനുള്ള ഒരു സംവിധാനത്തിൽ തുടക്കം മാത്രം. അപ്പോൾ അവർ തരുമ്പോൾ അവർ പറഞ്ഞു ഇത് തുടക്കമാണ്. ഏത് കാലത്താ അത് 2020 അന്ന് LDF-ന്റെ ഭരണമാണ്. പഞ്ചായത്തില് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലായിരുന്നു. പഞ്ചായത്തിൽ UDF-ന്റെ ഭരണമായിരുന്നു. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽപ്പെട്ടൊരു സ്ഥാപനമാണല്ലോ. 25 ലക്ഷം റുപ്യ അനുവദിച്ചു. അപ്പോൾ 25 ലക്ഷം റുപ്യ ഡയാലിസിസ് കേന്ദ്രത്തിനാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നീട് തരാമെന്നുള്ളൊരു വ്യവസ്ഥയിലാണ് അതൊക്കെ ചെയ്തത്. ഞാനാണ് അവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ച, അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ച് അതൊക്കെ തന്നെ ചെയ്തു. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഈ അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥലത്തിന് സ്ഥലം അനുവദിച്ചില്ല നമുക്ക്. പിന്നീട് അത് അങ്ങനെ കേന്ദ്രം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ തികച്ചുള്ള നഷ്ട കൊണ്ടാണ്. പിന്നെ ഈ അഴിമതിയുടെ കാര്യം നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചു. എന്ത് തരം അഴിമതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്ത് LDF ചെയ്തത്? തൊഴിലുറപ്പ് മേഖലയിൽ ഒരു ഏജൻസി പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാണ്ട് തന്നെയാണ് ആ ഏജൻസി അവിടെ, എന്താണ് ആ ഏജൻസിയുടെ പേര് ഞാൻ പറഞ്ഞു, ആ ഏജൻസിനെ ഈ ആട്ടുംകൂടി തൊഴുത്തുനിന്ന് ആ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റേ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു. ആ ഗുണഭോക്താക്കൾക്ക് എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ ഈ തുടക്കത്തിൽ ഈ സംഖ്യ എരുമപ്പെട്ടി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചിട്ടാണ് അവർ ആ പണികൾ ആരംഭിച്ചത്. പക്ഷെ പിന്നീട് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ പണം വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും വന്നില്ല. അവരെന്താ വെച്ചാൽ ബാധ്യതയിൽ പെട്ടവരിപ്പോൾ. എന്ത് അഴിമതിയാലും അത് UDF ആരോപിക്കണേ? കാരണം വെച്ചാൽ ഈ UDF പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ട് മറ്റേ ആ ഏജൻസിക്ക് കിട്ടി പക്ഷേ ഇത് ഗുണഭോക്താക്കൾക്ക് കിട്ടിയില്ല. ജപ്തി നോട്ടീസൊക്കെ വന്നവർക്ക്. പിന്നെ ജപ്തി നോട്ടീസ് വന്നു. നമ്മൾ UDF അതിനെതിരെ സമരം നടത്തി. 2023 മറ്റേ ഞാൻ ഒരു അസുഖബാധയായിട്ട് കിടക്കുന്നത് നമ്മളതിന് പഞ്ചായത്തിൽ വിയോജനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമപരമായ പോരാട്ടങ്ങൾ എന്തെങ്കിലും നടത്തിയോ കോൺഗ്രസ്? നടത്തി. വിജിലൻസിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും. ഇതിനൊരു മറുപടി ആദ്യം. ഈ ലൈഫ് ഭവന പദ്ധതി നിങ്ങൾ പറഞ്ഞത് സമ്പൂർണ്ണമായി തെറ്റാണെന്നാണ് പറയുന്നത്. 4 പേർക്കെന്ന് പറഞ്ഞത് തീർത്തും തെറ്റാണ്. 4 എന്ന് പറഞ്ഞ ദിവസം പറഞ്ഞാൽ തീർത്തും തെറ്റാണ്. കാരണം എൻ്റെ വാർഡിൽ തന്നെ 61 വീട്. നിങ്ങൾ എരുമപ്പെട്ടിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഡാറ്റ സത്യം പറയും. ഡാറ്റകൾ സത്യം പറയും. നിങ്ങൾ എരുമപ്പെട്ടിയിലൂടെ സഞ്ചരിക്കുന്നു വീടുകൾ കാണും. കോൺഗ്രസിന്റെ അവസ്ഥ തെറ്റായ ഇതൊക്കെ രാഷ്ട്രീയമായി വീടുകൾക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. നല്ല എണ്ണം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത് സംഭവം തെറ്റായ സംഗതികൾ പറയാം. MP-യുടെ കാലത്ത് ലഭിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന കാലത്ത് ആശുപത്രിയുടെ പറഞ്ഞു ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ 1 കോടി രൂപ വേണ്ട ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഞങ്ങൾ 25 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞത് എന്തിനായാള്? അല്ലാതെ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് കെട്ടിട സൗകര്യം ഇല്ല. MP എന്ന നിലയിൽ അവരെ മുൻകൈ എടുത്തു. ആ ആശുപത്രി കോൺഗ്രസ് MP എന്നതുകൊണ്ട് മാത്രം അത് രാഷ്ട്രീയമാണെങ്കിൽ മിനിമാസ്ലേറ്റുകൾ ഞങ്ങൾ വാങ്ങിക്കുമോ? മിനിമാസ് എല്ലാ വാർഡിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ 22 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. അതിലൊന്നും രാഷ്ട്രീയം നമ്മളെ കാര്യം കണ്ടില്ല. 25 ലക്ഷം രൂപ മാത്രമേ MP രമ്യ ഹരിദാസ് നൽകുള്ളൂ. ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ കുറച്ച് കാശ് തരാം, അതല്ലല്ലോ ഒരു എൻ്റെ പ്രൊജക്ട്. ഇപ്പോൾ PK ബിജു MP ആകുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്കുള്ള സംസ്ഥാന ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന ഫണ്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ആ ഇതിൽ തന്നെ നബാർഡിൻ്റെ ഞാൻ ഒരു പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസലിനോട് MP സ്വീകരിച്ച സമീപനം വേറൊരു തരത്തിലാണ്. ഞാനെല്ലാം അങ്ങനെ വ്യക്തിപരമായി പോകാൻ വേണ്ടിയല്ല. സബ് സെൻ്ററുകളുടെ കാര്യത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ടിനോട് സംസാരിച്ചപ്പോൾ അവർ സ്വീകരിച്ച സമീപനം, അവരെന്നോട് പറഞ്ഞത് പ്രാദേശിക നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഈ സാധനം പ്രപ്പോസൽ തരാൻ. പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിക്കണം, പൊളിറ്റിക്കൽ ഡിസിഷനിലാണ് ഞങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലാണ് അവർ കൈകാര്യം ചെയ്തു പോയിരുന്നത്. മിനിമാഷിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു. അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയപ്പോൾ ഞാൻ അവരോട്
ഒരു സ്റ്റെപ്പിൽ നിന്ന് വർത്തമാനം പറഞ്ഞു. എല്ലാ വാർഡിലും മിനിമാസ്റ്റ് ആദ്യം നിശ്ചയിച്ച് അവരങ്ങനെയായിരുന്നു. UDF പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡുകളിൽ മാത്രം മിനിമാസ്റ്റ്. അത് ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോൾ മിനിമാസ്റ്റ് എവിടെയാണ് പ്രപ്പോസൽ കൊടുക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഈ കാണിച്ച വീഡിയോസിൽ എടുത്തറിയാം എരുമപ്പെട്ടിയുടെ വികസനം. UDFൻ്റെ 5 വർഷക്കാലത്തെ 10 വർഷക്കാലത്തെ വികസനവും എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോവിഡിന് ശേഷം ഈ 3 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനവും കൂടി ഒന്ന് തുലനം ചെയ്താൽ ജനം വിലയിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ജനത്തിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഒരു ധാന്യവും ആ കാര്യത്തിൽ നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തി കോഴിക്കോട് ആട്ടുംകൂടി തൊഴുത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇവരെ ഭരണസമിതിയിൽ വെച്ച ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്നതിൽ മസ്ട്രോൾ തൊഴിലാളിക്ക് അടിച്ചു കൊടുത്തില്ല. UDF വെച്ച അയാളുടെ പേരിൽ നമ്മൾ നടപടി സ്വീകരിച്ചു. നിയമപരമായ നടപടി സ്വീകരിച്ചു പോയി. ഇവർ വിജിലൻസ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോയി. ഓംബുഡ്സ്മാൻ അന്വേഷണത്തിലും ഒരു വിജിലൻസ് നടപടി ഉണ്ടായില്ല. ഞങ്ങൾ ചെയ്തതെന്നറിയോ, അവർക്ക് ആ പൈസ കിട്ടാൻ ഇവരുടെ പേരിൽ നിന്ന് എടുക്കുക എന്നുള്ള ഞാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് ആ പണം തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള നിലയിൽ പദ്ധതി വെച്ച് സർക്കാരിൻ്റെ അനുവാദം കിട്ടി വന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് കാശ് കൊടുക്കാൻ കഴിയുന്ന ഒരു ജപ്തിയിലേക്കും പോകണമെന്ന് നമ്മൾ ആ കാര്യത്തിൽ ഗുണഭോക്താക്കൾ നോട്ടീസ് ലഭിച്ച സാഹചര്യം ഉണ്ടായി. ഗുണഭോക്താക്കൾ നോട്ടീസ് ലഭിച്ചതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ഒരു വിവരമില്ല. പക്ഷേ ബാങ്ക് വായ്പ എടുത്താണ് ഗുണഭോക്താക്കൾക്കാണ് അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്. ജോസേട്ട ഏതർത്ഥത്തിലാണ് ഏജൻസിക്ക് കാശ് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഗുണഭോക്താവിൻ്റെ പേരിൽ വായ്പ എടുത്താൽ ഗുണഭോക്താവിനുള്ള പൈസ പോവുക. ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ട്. അവർക്ക് തൊഴുത്തും കോഴിക്കോടും ആട്ടുകൂടും പണി കഴിഞ്ഞിട്ടുണ്ട്. മസ്ട്രോൾ അടിച്ചു കൊടുത്തില്ല. തൊഴിലുറപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, മസ്ട്രോൾ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാനാവുക. അപ്പോൾ മസ്ട്രോൾ അടിക്കാതെ അതിൻ്റെ അയാളുടെ പേരിൽ ഞങ്ങൾ ഐകണ്ഠന നടപടിയെടുത്താണ് പുറത്താക്കിയത്. അപ്പോൾ അതൊന്നും അഴിമതി എന്ന് പറയും. അഴിമതി ഞാൻ പറഞ്ഞാൽ ഒത്തിരി കൂടി അപ്പുറത്താണ്. മഞ്ഞാർപ്പാടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആശ്രയ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞ ഒരു പ്രദേശം, അവർക്ക് സ്ഥലം വീട് മേടിച്ചു കൊടുത്തതിലുള്ള വലിയ അഴിമതി ഇപ്പോൾ വിജിലൻസിൻ്റെ കയ്യിൽ ഫയലാണ്. UDF പറഞ്ഞ കാലത്ത് അവർക്ക് പാടത്തോടെ പോകണം. വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടവും വീട് നിർമ്മാണം. നിങ്ങൾ പ്രത്യേകം പോയി ഒന്ന് എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് മഞ്ഞാർപ്പാടം. എരുമപ്പെട്ടി മഞ്ഞാർപ്പാടത്തെ ആശ്രയ അത് 2017 UDF കാലത്ത് ചെയ്തതാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ വൈസ് പ്രസിഡന്റ്, അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നടുപ്പാടത്ത് വെള്ളം മുങ്ങുന്നിടത്ത് ആരെങ്കിലും ആശ്രയ ഗുണഭോക്താക്കൾക്ക് സ്ഥലം വാങ്ങിച്ച് വിടുവിച്ചു കൊടുക്കുമോ? ഏതെങ്കിലും ഒരു ഭരണസമിതി? തീർത്തും അവരങ്ങളെ ദുരിതത്തിലാക്കുന്ന ആശ്രയ കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നതാണ്. കഴിഞ്ഞ മാസം വരെ ആശ്രയ കുടുംബങ്ങൾക്ക് നമ്മൾ കിറ്റും കൊടുത്തിട്ടുണ്ട്. ഏതർത്ഥത്തിലാണ് ജോസഫ് ഇതിങ്ങനെ പറഞ്ഞു പോകണമെന്ന് എനിക്ക് മനസ്സിലായി. ജോസഫിനോട് മറുപടി ചോദിക്കുക. ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലങ്ങളിലും വളരെയധികം ചർച്ച ചെയ്തൊരു സംഭവമാണ് കുടുംബശ്രീ കഫേ ബന്ധപ്പെട്ട സംഭവം. അതിൽ എന്താണ് കറണ്ട് സ്റ്റേജ് എന്താണ്? അതിലെന്താണ് കുടുംബശ്രീ കഫേ? അനാവശ്യമായ വാദഗതിയാണ്. അതിൽ UDF പഞ്ചായത്ത് മെമ്പർമാർ UDF മെമ്പർമാരാകേണ്ടതെന്നൊന്നും പറയുന്നില്ല. ചില പഞ്ചായത്ത് മെമ്പർമാരുടെ ചില വ്യക്തിപരമായ താല്പര്യം, കുടുംബശ്രീയിലെ 5 കുടുംബങ്ങൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം, അതിനെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. ജില്ലയിലാകെ അനുവദിച്ചൊരു സംവിധാനമായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ്റെ സ്കൂളിനകത്താണ് ഞങ്ങൾ ആദ്യം സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. സ്കൂൾ ചില ഒബ്ജക്ഷൻ പറഞ്ഞു, മാറ്റി പോലീസ് സ്റ്റേഷൻ്റെ ഇഷ്ടംപോലെ സ്ഥലങ്ങളെടുത്ത് പിങ്കഫിട്ട്. ഇപ്പോൾ ആ സ്ഥലത്ത് പോലീസിന് പിടിച്ച ലോറികൾ എടുക്കുകയാണ്. ഒരാൾക്കൊരു അപകടമില്ല. ഞങ്ങൾ നിരന്തരമായി നോട്ടീസ് കൊടുത്തതാണ്. ഹൈക്കോടതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ UDF പഞ്ചായത്ത് മെമ്പർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു കൊടുന്ന് ഈ സാധനത്തിനെ മാറ്റിക്കിയത് 5 കുടുംബങ്ങൾ വഴിയാധാരാക്കി. കുടുംബശ്രീയുടെ എല്ലാ സംരംഭത്തിനും തുരങ്കം വയ്ക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ച് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ഒരു റിഫ്രഷിംഗ് കേന്ദ്രം എന്ന നിലയിലാണ്. അതിന് UDF ഐക്യകണ്ഠേന ഞങ്ങൾ തീരുമാനമെടുത്ത് പദ്ധതിയാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ UDFിലൊരു വിഭാഗം വിയോജനം കൊണ്ടുവന്നു. അത് ഹൈക്കോടതിയിൽ കേസാക്കി. ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എരുമപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് ആശുപത്രി ഉദ്ഘാടനം മാത്രം വരെ അവർ വിയോജനം പരിശോധന രൂപപ്പെടുത്തി. ആകെ UDF ഉദ്ഘാടനത്തിൻ്റെ പ്രധാനപ്പെട്ട പറയുന്നത് എരുമപ്പെട്ടി പുതിയ നിങ്ങൾ കാണിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. അതിന് വിയോജനം പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരോട് ഞങ്ങൾ വീണ്ടും പറഞ്ഞു, ഞങ്ങളൊരു ഏറ്റുമുട്ടലിൻ്റെ പതയെ സ്വീകരിച്ചില്ല. UDF നേതൃത്വത്തിനോട് പറഞ്ഞു നിങ്ങൾ സഹകരിക്കണം, എരുമപ്പെട്ടിയുടെ വികസനമാണ്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്താണ്, സഹകരിക്കണം എന്ന് പറഞ്ഞ് അവസാനം ആ കാര്യത്തിൽ അതിൽ UDFൻ്റെ അകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായം ജനപ്രതികൾക്കകത്തും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനും ബഹിഷ്കരിച്ചു, സബ് സെൻ്ററുകളുടെ ഉദ്ഘാടനത്തിനും ബഹിഷ്കരിച്ചു. ഇങ്ങനെ ബഹിഷ്കരണത്തിൻ്റെ പാതയാണ് നല്ലത്. എന്ത് യുക്തിയിലാണ് UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അവസാനം നല്ല ബുദ്ധി തോന്നിയതിന് നന്ദി. കാരണം എന്താ പ്രശ്നം വെച്ചാൽ UDFന് നേതൃത്വമില്ല, കുത്തഴിഞ്ഞ നേതൃത്വമാണ്. ആര് നയിക്കും? അത്ര വിഷയം നമുക്ക് തിരിച്ചു വരാം. തീർച്ചയായും എന്ത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കാന്നാണ് കോൺഗ്രസിന്. കോൺഗ്രസിന് കൃത്യമായിട്ട് അഭിപ്രായമില്ല. 2 തരം ഗ്രൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് ആയാലും കുടുംബശ്രീയുടെ മറ്റേ ഇതായാലും അത്തരം പദ്ധതികളിലൊന്നും കോൺഗ്രസിന് ഒരു ഏകകണ്ഠമായ അഭിപ്രായമില്ല. ഈ 2 ടേക്ക് എ ബ്രേക്കിലും കുടുംബശ്രീയുടെ കഫേ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് പ്രതിനിധിക്ക് പറയാം?
ഒരിക്കലല്ല. വികസന പ്രവർത്തനങ്ങൾക്ക് UDF ഒരിക്കലും എതിരല്ല. നമ്മളെല്ലാ വികസന പ്രവർത്തനങ്ങളും അനുകൂലിക്കുന്ന ഭാഗത്തുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ വീരാശ പദ്ധതി കണ്ട 4 ലക്ഷം റുപ്യ കൊടുത്തത് ജനറൽ വിഭാഗത്തിന് 4 പേർക്ക്. ഇതെന്നോന്ന് 27/9/2025. അല്ല, അത് ഞാൻ വേറെ ഒരു തർക്കത്തിനല്ല. അല്ല, ഇത് നമ്മൾ കാര്യം പൈസ അതെ അതെ അതെ. അല്ല, ഇനിയിപ്പോൾ വന്നത് തന്നെ ഇനി 10-15 ആൾക്ക് വന്നിട്ടുണ്ടാവില്ല. അതിന് മേലെ ഒരാൾക്കും വന്നിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ വാർഡിൽ എൻ്റെ പ്രസിഡന്റ് എൻ്റെ വാർഡിൽ തന്നെ ഒരാൾക്കും ഒരു വ്യക്തിക്ക് ആ ഇല്ല. അപ്പൊ അതാണ് അതിന്റെ അല്ല അത് പ്രസിഡന്റ് എന്ന് കിട്ടി. മിനിഞ്ഞാന്ന് ഉൾപ്പെടെ പണം കയറിയിട്ടുണ്ട്. 17,60,000 രൂപ മിനിഞ്ഞാന്ന് ഉൾപ്പെടെ പണം കയറിയവരാണ്. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു, കാഞ്ഞിരക്കോട് വാർഡ്. എൻ്റെ കൂടെയുള്ളവർക്ക് കയറിയില്ല, എൻ്റെ അക്കൗണ്ടിൽ കാശ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈസയുടെ കാര്യത്തിലുള്ള പ്രശ്നമല്ല, വീടിൻ്റെ വിവിധ സ്റ്റേജുകളിൽ പോകുന്ന കാര്യത്തിലുള്ള പ്രശ്നം മാത്രമേ. എൻ്റെ വാർഡില് സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് അവരൊക്കെ പണി പൂർത്തിയാക്കുന്നത്. പക്ഷെ പൈസ നമ്മുടെ പൈസ കിട്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാർ വിഹിതം, ഗ്രാമപഞ്ചായത്ത് വിഹിതം, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, ജില്ലാ പഞ്ചായത്ത്, വിവിധ ഇവിടെ നിന്നാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. അല്ലാതെ പഞ്ചായത്ത് മാത്രമല്ല ഈ പണം കൊടുക്കുന്നത്. പഞ്ചായത്ത് കൊടുത്ത കഥയാണ് ഞാൻ പറഞ്ഞത്. 18 കോടി രൂപ കൊടുത്തു. 4 കോടി രൂപയുടെ ഹഡ്കോ വായ്പ ജനറൽ വിഭാഗത്തിന് മാത്രം കേട്ടോ, ജനറൽ വിഭാഗത്തിന് മാത്രം 18 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അത് അവർ ഇനിയും നമുക്ക് നോക്കാം. നമുക്ക് 23 വീട് കൊടുത്തവരാണ് ഈ തർക്കം ഉന്നയിക്കണമെന്ന് ആലോചിക്കുന്നത്. അത് ഈ 9ാം മാസത്തിൽ അദ്ദേഹത്തിന്റെ വിവരാവകാശത്തിന്റെ കണക്കായിരിക്കാം. അതിനുശേഷവും ഇടയിൽ ഇപ്പം ഞാൻ പറഞ്ഞ 3 ദിവസം മുമ്പ് വരെ 17,80,000 രൂപ ട്രഷറിയിൽ നിന്ന് പണം മാറി. പ്രത്യേക അനുവാദം വാങ്ങിക്കുകയാണ്. കാരണം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ ബില്ല് മാറാൻ ഇപ്പോൾ നിയമപരമായ പ്രശ്നമുണ്ട്. അപ്പോൾ വാംസിൽ പോയി അംഗീകാരം മേടിച്ചു കൊണ്ടിട്ടാണ് ഈ പണം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4.5 കോടി രൂപയുടെ ഹഡ്കോ വായ്പ അത് അനുവദിച്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ വേറെ തർക്കങ്ങളില്ല, നോക്കാം. ടേക്ക് ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിഷയം കൊണ്ടുവരുമ്പോഴേക്കും വികസന വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അല്ല, കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ ഒരു വിയോജനം ഇതൊന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ വ്യക്തികൾ ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് പോയതാണ് ഉണ്ടായത്. നമ്മുടെ സ്റ്റാൻഡ് ടേക്ക് ബ്രേക്ക് വരണം തന്നെയാണ്. കാരണം വെച്ചാൽ മൊലയോട്ടൽ കേന്ദ്രം അങ്ങനെ ഒരു അത് ആവശ്യം തന്നെ. ഇപ്പം നമ്മുടെ എരുമപ്പെട്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം UDF ഒരു ഭരണസമിതി അംഗങ്ങളും അത് ചെയ്തിട്ടില്ല. സത്യം തന്നെയാണ്. UDF ഒരു പ്രതിനിധികളും അത് ചെയ്തില്ല. കുടുംബശ്രീ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തായിരുന്നു? 1 വർഷം നീണ്ട സമരം നടത്തി, രാഷ്ട്രീയമായിട്ടുള്ള കുറെ പോരാട്ടങ്ങൾ നടത്തി. എന്തായിരുന്നു ശരിക്കുള്ള സ്റ്റാൻഡ് എന്തായിരുന്നു? കുടുംബശ്രീ 5 കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ഉപജീവന മാർഗം അത് തടയുകയായിരുന്നു. കോൺഗ്രസിന്റെ ലക്ഷ്യം കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ അത് CPM സ്വഭാവത്തിലാണെന്ന് തോന്നിയിട്ടാണോ? അല്ല, കുടുംബശ്രീനെ ഒരിക്കലും നമ്മൾ കോൺഗ്രസ് എതിർത്തിട്ടില്ല. കുടുംബശ്രീ എന്നുള്ള അതൊരു ചില ഒരു സാഹചര്യങ്ങൾ എന്തോ ഉണ്ടായെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ആ സംരംഭത്തിന് എതിരല്ലായിരുന്നു. ഇപ്പോ അത് ഈ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതാണ് പ്രശ്നം. പൊതുവെ നിലപാടില്ല കോൺഗ്രസിന് ആ വിഷയത്തില്. പാർട്ടിയായിട്ട് ഇടപെട്ട് ചെയ്തൊരു സമര പരിപാടി അല്ല അത് നടത്തിയിട്ടുണ്ടായിരുന്നു. ടേക്ക് ബ്രേക്കിൽ അങ്ങനെ തന്നെയാണ്. അല്ല, ടേക്ക് ബ്രേക്കിൽ നമ്മൾ ഈ സ്റ്റേ കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഒരു സ്റ്റേ കൊടുത്തിട്ടില്ല. ഇല്ലില്ല, ഒരു സ്റ്റേയും വിയോജനവും കൊടുത്തിട്ടില്ല. കാരണം സ്വകാര്യ വ്യക്തികളാണ് ആ വിയോജന കുറിപ്പ് കൊടുത്തിട്ട് ആ ഡാറ്റ എന്തായാലും കാണും. നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതാണ് നിങ്ങളുടെ അഭിപ്രായം. ഈ കുടുംബശ്രീ വിഷയമായാലും ടേക്ക് എ ബ്രേക്ക് ആയാലും കോൺഗ്രസ് എപ്പോഴും വികസനത്തിനൊപ്പം നിൽക്കുന്ന സമീപനം തന്നെയാണ് 100% കാഴ്ചവെച്ചേക്കണത്. മറ്റ് കാര്യങ്ങളിൽ ഭരണപക്ഷത്തെ എങ്ങനെ വിലയിരുത്തി? തുടർച്ചയായി കഴിഞ്ഞ 2 തവണയും ഭരിച്ചിരുന്നത് UDF ആയിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള 5 വർഷമാണ് ഇപ്പോൾ LDF ഭരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലായാലും മറ്റ് വിഭാഗങ്ങളിലായാലും അന്ന് MP എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് ആയിരുന്നു. ഫണ്ടുകൾ നൽകുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ചെറിയൊരു ടൈമിലാണ്
നമ്മുടെ ഒരു MP ഞങ്ങളുടെ MP ഉണ്ടായിരുന്നു 5 വർഷ പീരീഡിൽ. അതിന് മുന്നൊക്കെ ഇടതുപക്ഷത്തിൻ്റെ MP ആയിരുന്നു. നമ്മൾ MP ആയിട്ട് വന്നപ്പോൾ നമ്മുടെ MP ഞാൻ ആ ഭരണസമിതി പുതിയ കാരണം വെച്ചാൽ 2019 രമ്യ ഹരിദാസ് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം 2020 ഞങ്ങൾ ഭരണസമിതി അധികാരത്തിലേർക്കും ചെയ്തപ്പോൾ നമ്മൾ അവരുടെ ആദ്യത്തെ തുടക്കത്തിലാണ് ഈ 25 ലക്ഷം റുപ്യ അനുവദിച്ചത്. പിന്നീട് നമ്മൾ പോലെ കുറേ പദ്ധതികൾ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച മിനി മാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ അങ്ങനെ നിരവധി വിഷയങ്ങൾ അവർ തരാനുള്ള സംവിധാനം മിനിമാസ്റ്റ് തന്നു. നമുക്ക് മിനിമാസ്റ്റ് ആദ്യം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് വാർഡിലേക്ക് നൽകുന്ന തരത്തിലുള്ള സമീപനം വന്നു. എല്ലാവരും ഇടപെട്ടതിന് ശേഷം എല്ലാ വാർഡിലേക്കും കൊടുക്കാനുള്ള സംവിധാനമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് ഫണ്ട് അനുവദിക്കുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് ചോദിക്കണം, പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിനോട് ചോദിച്ചതിന് ശേഷമേ ഫണ്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞു എന്ന തരത്തിലാണ് പ്രസിഡന്റ് പറയുന്നത്. നമ്മൾ എല്ലാ വാർഡിലേക്കും ഇപ്പോൾ പ്രസിഡന്റ് വാർഡ് 9ാം വാർഡ് പിന്നെ അതേമാതിരി ഭരണകക്ഷിയുടെ തന്നെ ഒരു വാർഡായ 4ാം വാർഡ് ഇവിടെയൊക്കെ നമ്മൾ മിനിമാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു രാഷ്ട്രീയ ഇത് കാണിച്ചിട്ടില്ല. ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും കാർഷിക മേഖലയിലേക്കും ഭരണപക്ഷത്തിന്റെ ഇടപെടൽ എത്രമാത്രം ഉണ്ടായിരുന്നു? ഗുണപ്രദമായ രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞ 5 വർഷം സാധിച്ചു. കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? കാർഷിക മേഖലയിൽ വൻ പ്രതിസന്ധിന് ഞാൻ പറഞ്ഞില്ലേ, കമുക് കാർഷിക മേഖല തകർന്ന് തരപ്പെടെ. ഇപ്പോൾ ഒരു പറമ്പിലും കമുക് കൃഷി ഉണ്ടാവില്ല. അതിനൊരു രോഗം വന്നു. അത് എന്ത് പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേമാതിരി നെൽകൃഷി മേഖലയിൽ ഇപ്പോൾ നെൽകൃഷിയിൽ ഇപ്പോൾ നമ്മുടെ പാടത്ത് ചെന്ന് നോക്കിക്കോ, ഇപ്പോൾ വെള്ളത്തിന് അസൗകര്യമുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ അവസാനം ഉദ്ഘാടനം ചെയ്ത ആ പദ്ധതി അവിടുന്ന് പോലും മറ്റേ കുന്നത്തേരി പാടശേഖര സമിതിയിലേക്ക് വെള്ളം കിട്ടാനില്ല. എഫക്റ്റീവായിട്ട് പ്രസിഡന്റും ഭരണസമിതിയും ഇടപെട്ടിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മെച്ചപ്പെട്ടൊരു കാലം നമ്മുടെ ഭരണസമിതി ചെയ്തിട്ടില്ല. നെൽകൃഷി കഴിവ് ഉൾപ്പെടെ 2 കാര്യങ്ങളാണ് അതിൽ. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം. ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെള്ളത്തിൻ്റെ ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ കർഷകരെ സഹായിക്കാൻ, നെൽവിത്ത് സബ്സിഡിയോട് നെൽവിത്ത് കൊടുക്കാൻ, ഉഴവുകൂലി കൊടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ നെല്ലിൻ്റെ സർക്കാരിൻ്റെ താങ്ങുവില ഇപ്പോൾ 28 രൂപ ഉണ്ടായിരുന്നു, 30 രൂപ താങ്ങുവിലയായി പണം കൊടുക്കുന്നിടത്തേക്ക് ആയി. നെൽകർഷകനെ ഒന്ന് നിർത്താൻ വേണ്ടിയുള്ള നല്ല ശ്രമം നമ്മൾ നടത്തി. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ, രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. 3 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായി നേരത്തെ ജോസേട്ടൻ സൂചിപ്പിച്ച കുന്നത്തേരി പാടശേഖരത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ തടഞ്ഞു നിർത്തി വെള്ളം കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നില സ്വീകരിച്ചത്. ഇപ്പോൾ കൃഷിയിലെ വന്യജീവിയുടെ സംഗതി പറഞ്ഞു. 8 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിങ് നടത്തി കഴിഞ്ഞു. നമ്മൾ ചാത്തഞ്ചിറ മുതൽ കണ്ടഞ്ചിറ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലേക്ക് കിടക്കാൻ കഴിയാവുന്ന 36 കിലോമീറ്റർ ഫോറസ്റ്റ് നമുക്കുണ്ട്. 8 കിലോമീറ്റർ സോളാർ ഫെൻസിങ് നടത്തി കഴിഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി നടത്തി കഴിഞ്ഞു. ബാക്കിയുള്ളതിലേക്കുള്ള പ്രപ്പോസൽ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര പദ്ധതിയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കാലത്താണ് ക്ഷീരഗ്രാമം പദ്ധതി, കേരഗ്രാമം പദ്ധതി. ഈ കമുക് കർഷകൻ്റെ ജോസേട്ടൻ പറഞ്ഞല്ലോ, കമുക് കർഷകൻ്റെ മേഖലയിൽ വന്ന മഹാളി ഉൾപ്പെടെയുള്ള സംഗതികളിൽ വന്ന പ്രശ്നത്തിനെ പരിഹരിക്കാൻ പുതിയ കഴുങ്ങ് പഴയത് മുറിച്ച് കളഞ്ഞ് പുതിയ കഴുങ്ങ് വെക്കാൻ പുതിയ തൈക്ക് ഇത്ര പൈസ. ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ കൊണ്ടുവന്ന് വിതരണം നടത്തിയത്. അപേക്ഷിച്ചവർക്ക് മുഴുവൻ പ്രതിപക്ഷം വെറുതെ പറയണ ആരോപണങ്ങൾ അല്ല. അത് ആ കാര്യത്തിൽ യാന്ത്രികം വർത്തമാന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭൂമിയിലെ യാഥാർത്ഥ്യം വേറെയാ. നാളികേര കർഷകനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയാണ് എടുത്ത് ആവശ്യമുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ UDFൻ്റെ 10 വർഷം, ഞാൻ പറഞ്ഞത് UDF 10 വർഷക്കാലം എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഒരെണ്ണം ഹൈലൈറ്റ് ചെയ്ത് 10 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് UDFന് പറയാനാവൂ. 8 കുളങ്ങളാണ് ജലസേചനത്തിന് വേണ്ടി ഞങ്ങൾ നവീകരിച്ചിരുന്നത്. 1ഉം 2ഉം അല്ല. ഇപ്പോൾ ജോസേട്ടൻ്റെ വാർഡിൽ ഉൾപ്പെടെ മനോഹരമായ കുളങ്ങൾ 8 എണ്ണം. ഇനി ഒരു 8-10 എണ്ണം കൂടിയുണ്ട്. ഞങ്ങൾ പ്രൊപ്പോസൽ വീടിന് ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. വീട് അത് എന്താ വസ്തുത സംബന്ധിച്ച് വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കനുസരിച്ച് 2025 നവംബർ മാസം 1 നിൽക്കുമ്പോൾ ഈ 3 ദിവസം മുമ്പ് വരെ കൊടുത്ത ഏറ്റവും അവസാനമായി കൊടുത്ത ഫണ്ട് എന്ന് പറഞ്ഞാൽ 17,80,000 രൂപയാണ്. ഇനി ഏത് ഫണ്ടാണ് ലഭിക്കാത്തത്? സംസ്ഥാന സർക്കാരിൻ്റെയാണോ, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമാണോ, ജില്ലാ പഞ്ചായത്ത് വിഹിതമാണോ, ഈ നിലയിൽ ഏത് വിഹിതമാണ് കൊടുക്കാത്തതെന്ന് സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ച് ഒരാൾ പോലും ആ ഭവന പദ്ധതിയുടെ പൈസ കൊടുക്കാത്തതിൻ്റെ ഭാഗം ഒരു സമരം പോലും ഇതിനെപ്പറ്റി പഞ്ചായത്തിൽ നടന്നില്ലല്ലോ. കോൺഗ്രസ് ഏതെങ്കിലും ന്യായമായ ഒരു ആവശ്യത്തിന് സമരം നടത്തിയോ? സമരം നടത്തിയില്ലല്ലോ. ഈ ഗ്രൂപ്പ് വഴക്കുകൾ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ എന്നുള്ള വികസന പ്രവർത്തനം. ഇപ്പം നിങ്ങൾ കാണിച്ച പടങ്ങൾ ഇതൊന്നുമില്ല. അപ്പം ഞങ്ങളെ പുസ്തകമുണ്ട്, നിങ്ങളതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പുസ്തകത്തിനകത്ത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നെല്ലുവായി അമ്പലം ടൂറിസത്തിൻ്റെ മേഖലയിലേക്ക് പ്രപ്പോസൽ കൊണ്ടുവന്നു. ഇപ്പോൾ കേന്ദ്ര ടൂറിസത്തിൻ്റെ പ്രപ്പോസലിലേക്ക് വരികയാണ്. ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകൾ ഇതൊക്കെ ഒരു പഞ്ചായത്ത് ഭരണസമിതി സംബന്ധിച്ചിടത്തോളം ഞാൻ 164 കോടി രൂപ എന്ന് വെറുതെ പറഞ്ഞല്ല.
കൃത്യമായ ഡാറ്റ വെച്ചാണ് ഞങ്ങളത് പറയുന്നത്. ഇന്ന പദ്ധതികൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എണ്ണി പറയാൻ പറ്റും. എനിക്ക് ഒരു മണിക്കൂർ തുടർച്ചയായി പ്രധാനപ്പെട്ട പദ്ധതികൾ പറയാനാവും. ചിറ്റണ്ട പടിഞ്ഞാറ്റൂർ റോഡ് UDF കാലത്ത് ചെളിമേലുവെള്ളം മുക്കി വെച്ചിരുന്ന സമരമാണ്. ഇപ്പം മനോഹരമായ റോഡാണ്. കാഞ്ഞിരക്കോട് കൊടുമ്പ് റോഡ്, പൊതുമരാമത്ത് റോഡുകൾ, വെളിച്ചം. ഇവർ ചെയ്തത് 10 വർഷക്കാലം കോൺഗ്രസ് ചെയ്തതെന്ന് ഒരെണ്ണം ഒന്ന് മാർക്ക് ചെയ്യപ്പെടാവുന്നത് പറയാനാവുമോ? ഇല്ല. 10 വർഷം ചെയ്ത വികസനത്തിന്റെ എന്തെങ്കിലും ജോസേട്ടന് ഓർമ്മയുണ്ടോ? ചെയ്ത കാര്യങ്ങൾ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ബാക്കിയാണ് LDF ചെയ്തതെന്ന് പറയാൻ പറ്റിയ പദ്ധതികളുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഈ പറഞ്ഞ പോലെ കാർഷിക മേഖലയിലും കുടിവെള്ളത്തിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ആ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് വേണ്ടത്ര രീതിയിൽ സജീവമായിട്ട് പഞ്ചായത്ത് യോഗത്തിൽ മാത്രമല്ല പ്രത്യക്ഷ സമരം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? നമ്മൾ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് അതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതി പദ്ധതിയിൽ വെച്ച് ഉൾപ്പെടുത്തിയിരുന്ന റോഡ് പദ്ധതികൾ അത് ഈ ഭരണസമിതി വന്നപ്പോൾ പാടെ റദ്ദാക്കി. റോഡ് പദ്ധതികൾ അപ്പോൾ ഗ്രാമീണ മേഖലയിൽ മറ്റേ NRGസിൻ്റെയും മറ്റേ സാധാരണ റോഡുകളൊക്കെ ആയിരുന്നു. അതൊക്കെ പ്രസിഡന്റ് എന്തോ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഒക്കെ റദ്ദാക്കി. നമ്മളതിനെതിരെ വിയോജനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ നടപ്പായില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പദ്ധതിയും പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം, ഒരു പദ്ധതിയും റോഡ് ഉൾപ്പെടെയുള്ള ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ ബാക്കിയുള്ള സമയത്ത് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് എന്താ പ്രവർത്തനം നടത്തിയാണ് പഞ്ചായത്തിൽ? തൊഴിലുറപ്പ് പദ്ധതിയിൽ പിന്നെ അവരെ കുറെ നിയമങ്ങൾ, കേന്ദ്ര നിയമങ്ങൾ നമുക്ക് വന്ന് റോഡ് പണി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ വാർഡില് ഒരു റോഡാണ് ഈ ഭരണസമിതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അതേമാതിരി എല്ലാ വാർഡിലും തന്നെ സ്ഥിതി. കാരണം വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ റോഡുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുൻ ഭരണസമിതി ഏൽപ്പിച്ച ആ റോഡുകൾ റദ്ദാക്കിയതിന് ശേഷം ഒരു പുതിയ പ്രൊജക്റ്റും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ 135 കോൺക്രീറ്റ് റോഡുകളാണ് നമ്മൾ നടത്തിയത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു 3 മാസം മുമ്പാണ് UDF ഭരണസമിതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വെച്ച് പോയിട്ടുള്ള പദ്ധതികൾ സമ്പൂർണ്ണമായി റദ്ദാക്കപ്പെട്ട ഭരണസമിതി പോലും വെച്ച് പോയിട്ടുണ്ടെങ്കിലല്ലേ 40 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കുഴുകുത്തി കല്ലിട്ട പഞ്ചായത്ത് ഓഫീസാവില്ല. കൃത്യമായ പ്രൊപ്പോസൽ വെച്ച് പ്രൊപ്പോസലും DPR വേണ്ടേ? ഒരു പദ്ധതി തയ്യാറാക്കും. എന്താണ് പഞ്ചായത്ത് ഓഫീസ് ഭാവി പുതിയ കാലഘട്ടത്തിൽ? ഞങ്ങൾ കാണിച്ചു കൊടുത്തൂല മാതൃക. ഇങ്ങനെയായിരിക്കണം. നമ്മുടെ ഫോക്കസ് അതല്ല. ഈ പറഞ്ഞ പദ്ധതികൾ രാഷ്ട്രീയ പ്രേരിതമായി റദ്ദാക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം. അത് തെറ്റായ വർത്തമാനം. ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF പഞ്ചായത്ത് മെമ്പറായ കരിയന്നൂർ കാൽവട്ടം റോഡ് 45 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്ത ആ റോഡിന്റെ വർക്ക് നടക്കുന്നത്. പുന്നക്കോട് റോഡ് 40 ലക്ഷം രൂപയാണ് ആ റോഡ് വർക്കിന് വേണ്ടി നടക്കുന്നത്. ഇപ്പോൾ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പദ്ധതി? പഞ്ചായത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രാദേശിക പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി എഴുതി കൊടുത്ത പ്രപ്പോസലാണ് ഈ പറയുന്നത്. ഞാൻ ഈ കേന്ദ്ര നയങ്ങളുടെ ഭാഗമാണെങ്കിലും തൊഴിൽ ദിനങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കാൻ സാധിച്ചില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാക്സിമം അത് ഞാൻ പറഞ്ഞു. ഈ ഒരുപക്ഷെ കേരളത്തിൽ വനഭൂമിയിൽ തൊഴിലുറപ്പ് 20,000 തൊഴിൽ ദിനങ്ങൾ മേടിച്ച ഈ കാലം ഒരു സ്ഥലത്തുണ്ട്. കാരണം കേന്ദ്ര നിയമത്തിൽ വന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് പോകാൻ ഫോറസ്റ്റിൽ ഉൾപ്പെടെ മേടിച്ചാണ്. മാത്രമല്ല എരുമപ്പെട്ടിയുടെ ഭാവി കണ്ടുകൊണ്ട് ആധുനിക ക്രിമിറ്റോറിയം, അതിനാവശ്യമായ സ്ഥലം, അതിനാവശ്യമായ DPR സർക്കാർ കൊടുത്തതേ വരാൻ പോവാണ്. ദ്രവമാലിന്യ സംസ്കരണം, ഒരു മിനിറ്റ്, ദ്രവമാലിന്യ സംസ്കരണം 2030 ആകുമ്പോഴേക്കും, ഇപ്പോൾ 2000-ലാണ് കേരളത്തിലെ ഏകദേശം വീടുകളൊക്കെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം വന്നു. ഈ വേസ്റ്റോട് ഡിസ്പോസ് ചെയ്യും പുതിയ നേരിടുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിരുന്നില്ല. ഹരിതകർമ്മസേന UDF കാലത്ത് ഹരിതകർമ്മസേന ഹൈക്കോടതി കേസ് വിവിധ പ്രദേശങ്ങളിലെ തർക്കമായിരുന്നു. ഈ വളരെ സുഗമമായി ആ പ്രശ്നം പരിഹരിച്ച് ഇന്ന് 2.5 ലക്ഷം കിലോ പ്ലാസ്റ്റിക്കും 1.5 ലക്ഷം കിലോ അജൈവ മാലിന്യവും കയറ്റിവിടുന്ന ഏറ്റവും മാതൃകാപരമായി ഏറ്റവും കുറഞ്ഞ ഫൈൻ ഈടാക്കി മറ്റേ മാലിന്യ സംസ്കരണത്തെ ഹരിതകർമ്മസേനയെ മികച്ച സംവിധാനമാക്കി മാറ്റിയ പ്രദേശമാണ് നമ്മളത്. ഇങ്ങനെ തുടങ്ങിയ ഞാനത് പറഞ്ഞത് ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ സാംസ്കാരിക മേഖലകളിലൂടെ ഗ്രന്ഥശാലകളെ മുഴുവൻ ജനസേവന കേന്ദ്രങ്ങളാക്കൽ, ഈ സേവാഗ്രാം കേന്ദ്രം, എല്ലാ വായനശാലകളും ഈ സേവാഗ്രാമങ്ങളാണ്. കാരണം ആളുകൾക്ക് പുതിയ ക്യാഷ് മാർട്ട് വന്നു. അവിടെ ചെന്നാൽ ആ വായനശാലയിൽ ചെന്നാൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിൻ്റർ കൊടുത്തു. ആളുകൾക്ക് അപേക്ഷ സൗജന്യമായി കൊടുക്കുക. ലൈബ്രറിയന്മാർക്ക് പരിശീലനം കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ വികസനത്തിൻ്റെ അടിത്തറ പാകാൻ അതിനെ മുകളിലേക്ക് പൊക്കി നിർത്താൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് വെച്ചാണ് ഇപ്പോൾ ഭരണസമിതി നിൽക്കുന്നത്. ആ ചാരിതാർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് ഈ ഭരണസമിതിയുടെ ഭരണ തുടർച്ച ഉണ്ടാകും. എരുമപ്പെട്ടിയുടെ പൊതു ആവശ്യങ്ങളിലൊന്നാണ് ഈ മാർക്കറ്റ് ആയാലും അതുപോലെ ബസ് സ്റ്റാൻഡ് ആയാലും അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ കാലത്ത് പുതിയ സാഹചര്യത്തിൽ ആവശ്യമാണ്. മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാലം. എരുമപ്പെട്ടിയുടെ വികസന സദസ്സ് ഞങ്ങൾ സംഘടിപ്പിച്ചു. ഏതെങ്കിലും ഒരു വികസന സദസ്സിൽ ഇവർ സ്വീകരിക്കുന്ന സമീപനം എന്താ? വികസന സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു.
ബഹിഷ്കരണത്തിൻ്റെ മാത്രം അതിപ്പോൾ ജോസേട്ടനെ മാത്രം പറയുന്ന സംഗതിയല്ല, അത് ചില താല്പര്യങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യാലോ, ബഹിഷ്കരണം ചെയ്യാം, അതിലേക്ക് അത്ര കാര്യം ചെയ്യാം. പക്ഷേ മാർക്കറ്റിന്റെ കാര്യത്തിലായാലും പുതിയ കാലത്തിന്റെ ആവശ്യമാണ് എരുമപ്പെട്ടിയുടെ സൗന്ദര്യവൽക്കരണം. പുതിയ പ്രപ്പോസലാണ്. ഇപ്പോൾ ആകാശപാത പറഞ്ഞു. ആകാശപാത എന്ന് പറഞ്ഞാൽ എരുമപ്പെട്ടിയുടെ അത്യാവശ്യമാണ്. അതിനാവശ്യമായ എഞ്ചിനീയറിംഗ് കോളേജിന് അതിൻ്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ആകാശപാത എടുത്തത്. ആകാശപാത എടുത്ത് DPR തയ്യാറാക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിനെ ഏൽപ്പിച്ച് അതിൻ്റെ നടപടിക്രമത്തിലാണ്. ഇപ്പം ഒരു പദ്ധതി വിഭാവനം ചെയ്ത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും രൂപപ്പെടുത്തി എടുക്കണമല്ലോ. അതിനുള്ള ഇപ്പോൾ വെച്ചത് ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ നിയമപരമായി സാധനം ചെയ്ത് ഏത് പദ്ധതിയും, ആകാശപാത മാത്രമല്ല ഏത് പദ്ധതിയും, എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി, ചങ്ങാലിക്കോട് ഹബ്ബ്, ഭിന്നശേഷി, ഞാൻ പറഞ്ഞത് വെച്ച പദ്ധതികളിലൊന്നും എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തില്ല. അതിനോടൊപ്പം സഞ്ചരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഭാവിയിൽ എത്ര പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കും? എല്ലാ പദ്ധതികളും എരുമപ്പെട്ടി സംബന്ധിച്ചിടത്തോളം എരുമപ്പെട്ടിയിലെ ജനങ്ങളുടെ മനസ്സുണ്ട്. പക്ഷേ ചില ആളുകളുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനം UDF തയ്യാറുണ്ടോ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെയും ഏറ്റവും അവസാനത്തെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പുള്ള സമയം വരെയുള്ള UDF. അതാണ് സമ്മറി, അതിൻ്റെ സമ്മറി. ഏറ്റവും അവസാനത്തെ ചോദിക്കുമ്പോൾ തുടർ ഭരണത്തിനായാണ് LDF വോട്ട് ചോദിക്കുന്നത്. എത്ര സീറ്റിൽ പ്രതീക്ഷയുണ്ട്? ഇപ്പോൾ ഒരു വാർഡ് കൂടി വർദ്ധിച്ചിട്ടുണ്ട്. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പ് നേടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടു കൂടിയാണ്. പക്ഷേ UDF-നകത്തതല്ല. UDF-ൽ കഴിഞ്ഞ ടേം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന ആൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അധികാര വടംവലിയും ഇതിന് നിയന്ത്രിക്കാനായിരുന്നു നാഥനില്ലാത്ത കളരിയായി UDF നേതൃത്വം മാറി. BJP 9 വാർഡിൽ BJP-യാണ് 2ാം സ്ഥാനത്ത്. BJP-യുടെ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത്, നേരത്തെ നിങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ കൊടുമ്പുണ്ട് അക്കൗണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തവരാ. BJP-യുടെ അക്കൗണ്ടിനെ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. വർഗീയതയോട് ഒരു സന്ധിയില്ല. BJP അക്കൗണ്ട് തുറക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. CPM ഇടതുപക്ഷ ജനാധിപത്യത്തിന് സമ്മതിക്കില്ല എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. UDF ആണെങ്കിൽ 3ാം സ്ഥാനത്താണ്. 9 വാർഡിൽ UDF 3ാം സ്ഥാനത്താണ്. ഇപ്പം നിൽക്കുമ്പോൾ UDF എങ്ങനെ അധികാരത്തിൽ വരും? ഈ കണക്ക് വരും. ഞാൻ ഡാറ്റ വെച്ചാണ് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കണക്കെടുത്താൽ UDF പറയണം. അത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാം. എന്തുകൊണ്ട് UDF തകരണം, കോൺഗ്രസ് തകരണം എന്നൊന്നും ഞങ്ങൾ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ UDF അതിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിൽക്കണ്ടേ? ആ രാഷ്ട്രീയ നിലപാടിൽ UDF നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും LDF കോൺഫിഡന്റ് ആണ്. തുടർഭരണം എന്തെങ്കിലും മാറി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. തീർച്ചയായും. ജോസേട്ടാ, കോൺഗ്രസിനേറെ സംഘടനാ സംവിധാനമല്ല, ഗ്രൗണ്ട് ബേസ് ഉള്ള പഞ്ചായത്താണ് എരുമപ്പെട്ടി പഞ്ചായത്ത്. 2010 മുതൽ 2020 കൃത്യമായ സ്ട്രൈക്ക് റേറ്റോട് കൂടി തന്നെ ജയിക്കാൻ സാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് കൂടുതൽ ലഭിച്ച ഒപ്പത്തിനൊപ്പം വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിലേക്ക് പോയായിരുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസിനകത്ത് പല തർക്കങ്ങൾ, രൂപപ്രശ്നങ്ങൾ ഇപ്പോഴും 1ാം വാർഡിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഉപാധ്യക്ഷനൊക്കെ ആയിരുന്ന ആൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴും കുറേ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. BJP പല വാർഡുകളിലും 9 വാർഡുകളിൽ 2ാം സ്ഥാനത്തുണ്ട്. ഈ കോൺഗ്രസിനകത്തെ അനൈക്യം, തർക്കം, ആഭ്യന്തര തർക്കങ്ങൾ കാരണം കോൺഗ്രസിന് ലഭിക്കാവുന്ന വളരെ സ്ട്രൈക്ക് റേറ്റുള്ള നല്ല അടിത്തറയുള്ള എരുമപ്പെട്ടി പഞ്ചായത്തിൽ അത് കോൺഗ്രസിന്റെ ഈ തുടർഭരണ സ്വപ്നങ്ങൾക്ക് ഭീഷണിയാവും. എത്ര സീറ്റ് ലഭിക്കും? ഭരണം ഉണ്ടാവും? ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഏറെ ആഗ്രഹിച്ചൊരു വിഷയമാണ് ബസ് സ്റ്റാൻഡ്, അതേമാതിരി പൊതുമാർക്കറ്റ്. പ്രസിഡന്റിനും ഞാനത് ഭരണസമിതിയിൽ നമ്മൾ കയറിയ അവസരത്തിൽ നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ട ഒരു ബഡ്ജറ്റിൽ അത് പ്രപ്പോസൽ വയ്ക്കുകയൊക്കെ ഉണ്ടായി തോന്നുന്നു. പക്ഷെ അത് നടപ്പായില്ല. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എരുമപ്പെട്ടി എന്താ ഇത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. നടപ്പാക്കാൻ ഈ ഭരണസമിതിക്ക് നമ്മുടെ ഷാജൻ കൊണ്ടുതന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അതിനൊരു നടപടി, സ്ഥലം കണ്ടെത്താനും അതിനൊക്കെ ആയിട്ടൊരു നടപടി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഭരണസമിതിയുടെ അവസാന ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒന്നും ചെയ്തില്ല. അതേമാതിരി ചെങ്ങാലിക്കോടൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ ഭൗമസൂചികപദവിയുടെ ഏറ്റവും വലിയ അവകാശി. പക്ഷെ ഇപ്പം നമുക്കത് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ മുണ്ടത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അങ്ങനെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് പോയി. അപ്പോൾ നമ്മളതിനെ ഉള്ളൊരു നടപടി സ്വീകരിക്കണില്ല. ജനം വളരെ ഒരു ചിലവുള്ളൊരു വാഴക്കൃഷിയാണത്. കാരണം വെച്ചാൽ ഒരു കൊച്ചു കുട്ടീനെ നോക്കണ മാതിരി നോക്കിയാലാണ് അത് ആ വാഴ പ്രായമായിട്ട് കായ്ഫലം കിട്ടുള്ളൂ. അതിന് പോലും നമ്മൾക്കൊരു ഭരണസമിതിയിൽ മുൻകൈ എടുത്ത് അതിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതേമാതിരി ഗ്രൂപ്പ് വഴക്കിൻ്റെ കാര്യങ്ങളൊന്നും അതൊക്കെ പാർട്ടി പറയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും UDF തികച്ചും വളരെ ഭൂരിപക്ഷത്തിലൂടെ പറഞ്ഞ UDF-ൽ അനൈക്യം, ഈ പറഞ്ഞ വിമതരുടെ സാന്നിധ്യം, അത് ഇപ്പോൾ എല്ലാ തവണയും കഴിഞ്ഞ തവണ ഉൾപ്പെടെ എല്ലായിടത്തും ഉണ്ടായിരുന്ന വിമതരുടെ പ്രശ്നങ്ങൾ, അത് ഈ സാധ്യതകളെ ബാധിക്കുന്ന ഏകദേശം ഉറപ്പല്ലേ?
ഇല്ല ഇതൊന്നും തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകും. ഈ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി അതൊന്നും കോൺഗ്രസിന് യുഡിഎഫിന്റെ വിജയ സാധ്യത ബാധിക്കും. തുടർഭരണം യുഡിഎഫ് എന്തായാലും അവിടെ വിജയിച്ചു. LDFന്റെ തുടർഭരണം അവസാനിപ്പിച്ച് ഭരണത്തിലേക്ക് ഭരണത്തില് UDF വരും. നല്ല കോൺഫിഡന്റ് ആണ്. അതെ. പ്രസിഡന്റിനെ ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാണ്ട് നമുക്ക് അതേ ഞാൻ നിർത്താം. എരുമപ്പെട്ടി ബസ് സ്റ്റാൻഡ് ഷാജൻ കൊണ്ടുവന്ന ഒരു ബസ് സ്റ്റാൻഡ് തുടങ്ങിയായിട്ട് എൻ്റെ അതുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡ് ഒരു ആവശ്യമാണ്. അതിന് വേറെ തർക്കങ്ങൾ അതിനാവശ്യമായ കൃത്യതയോടെ സ്ഥലം ലഭ്യമാക്കണം. അതിനാവശ്യമായ ശ്രമങ്ങളാണ് ഈ ഭരണസമിതി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നേരത്തെ ജോസേട്ടൻ പറഞ്ഞ പോലെ ചർച്ച ഞങ്ങൾ തുടങ്ങി വെച്ചാണ് സ്ഥല പ്രപ്പോസലുകൾ അന്വേഷിച്ചു. എരുമപ്പെട്ടിയുടെ ബസ് സ്റ്റാൻഡ് തുടങ്ങാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പാടങ്ങളാണ്. പാടം പോയി ബസ് സ്റ്റാൻഡ് വയ്ക്കാൻ പുതിയതായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അതിന് പറ്റിയൊരു സ്ഥല സൗകര്യം കാണണം. ഇപ്പോൾ ഷാജൻ കൊണ്ടുവന്നൊരു കണ്ട സ്ഥലം എവിടെയാണ് കണ്ടതെന്ന് എൻ്റെ ശ്രദ്ധയിലില്ല. കാരണം സ്ഥലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF ഭരണസമിതിയുടെ അവസാന കാലത്ത് ബന്ധപ്പെട്ട UDF ഭരണസമിതിയുടെ അവസാന കാലം ഷാജൻ കൊണ്ടുവന്നവരുടെ കാലം എന്ന് പറയുന്നത് 2014 ആദ്യത്തെ ടൈമിലാണ്. 2014 ശേഷം UDF തന്നെയാണ് വന്നത്. പിന്നെ അതിന്റെ തുടർച്ച ഉണ്ടായില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡ് സ്ഥലം കാണാമെങ്കിൽ കാണാൻ കഴിയുന്ന പ്രപ്പോസൽ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ. കാരണം ഇപ്പം ഞങ്ങളുടെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിന്നിരുന്ന സ്ഥലം ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തി 20 സെൻറ്റ് നല്ല സ്ഥലമാണ്. മങ്ങാട് സെൻ്ററാണ്, പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്ഥലമാണ്. ബസ് സ്റ്റാൻഡ് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള പ്രപ്പോസലാണ് നിങ്ങളിപ്പോൾ ഇതിങ്ങനെ അവസാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡ് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള വലിയ പ്രപ്പോസലാണ് ആ സ്ഥലത്തെ സംബന്ധിച്ച്. പുതിയ വികസന രേഖയിൽ ഞങ്ങളത് ആലോചിക്കുന്ന മാനിഫെസ്റ്റോ ഞങ്ങൾ ആലോചിക്കുന്ന സംഗതികൾ ഒന്നാണ്. വ്യവസായ എസ്റ്റേറ്റിന് ആവശ്യമായ സ്ഥലം ഞങ്ങളിത് പോവാണ്. ഇങ്ങനെ തുടങ്ങി ഞങ്ങളുടെ വികസന ഞങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ഞങ്ങൾ അതിനകത്ത് പറഞ്ഞത്? അത് സംസ്ഥാന സർക്കാർ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോ, അതാണ് ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് എരുമപ്പെട്ടി പെരുമ എന്ന് പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് എരുമപ്പെട്ടി. എത്ര വാഗ്ദാനം എത്ര നടപ്പാക്കിയെന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന 90% വാഗ്ദാനങ്ങൾ നടപ്പാക്കി. എത്ര വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു? 114 പ്രൊജക്ടുകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. എത്ര നടപ്പാക്കിയെന്നാണ് പറയുന്നത്? അതിൽ ഒരു 94-95 പ്രൊജക്ടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം 11 അംഗൻവാടി കെട്ടിടങ്ങൾ പൂർണ്ണമായി പണി പൂർത്തീകരിക്കുന്നുണ്ട്. അംഗൻവാടി പൂർത്തീകരിക്കുക മാത്രമല്ല, മോശമായ അംഗൻവാടികൾ മുഴുവൻ പുതുക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ, കായിക എല്ലാ മേഖലയിലും പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനം, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തന്നെയാണ് ഊന്നി നിന്നുകൊണ്ടുള്ള പുതിയത്. നമ്മൾ അതിനനുസരിച്ച് പുതിയ കാലത്തിനും മാറ്റത്തിനനുസരിച്ചുള്ള എരുമപ്പെട്ടിയുടെ സാധ്യത, എരുമപ്പെട്ടി ടൗൺ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള ഇപ്പോൾ പണം അനുവദിച്ചു. 2.5 കോടി രൂപ എരുമപ്പെട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് സർക്കാരിൽ നിന്ന് അനുവദിച്ചു. അതിൻ്റെ ടെൻഡർ നടപടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിൽ ജോസേട്ടനെ പോലുള്ള ജനപ്രതിനിധികളൊക്കെ പോസിറ്റീവായി നിന്ന ആളുകളാണ്. ചില ആളുകൾ, ഞാനതാണ് പറഞ്ഞത്, ഇതിനെ നിയന്ത്രിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. അത് തന്നെയാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധിയും. തീർച്ചയായും പ്രശ്നം കോൺഗ്രസ് തന്നെ പരിഹരിക്കട്ടെ. ജനുവരി 2025 മറ്റൊരു ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കാർഷിക പ്രാധാന്യമേറെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളേറെ ചർച്ചയായ എരുമപ്പെട്ടി പഞ്ചായത്ത് വളരെ അർത്ഥവത്തായ വളരെ സജീവമായ ചർച്ചയാണ് നടന്നത്. ചർച്ചയിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ എസ് ബസന്തലാൽ, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ MK ജോസ് എന്നിവർക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ സമ്പൂർണ്ണമായ അവലോകനവുമായി മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ അവലോകനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.